ഗായ്സ്, എൻ്റെ മുടിമാവക്കനെ കാണാനില്ല. അതെവിടെ? എടമ്മച്ചിയെ, ഏ എവിടെ? ഏ എവിടെ? ഇവിടുന്ന് കാണാനില്ല. ആ, കിട്ടി കിട്ടി കിട്ടി. ആ, അപ്പൊ ഗായ്സ്, ഇന്ന് നമ്മള് ചോലേക്ക് പോകുന്നതാണ്. എൻ്റെ കൂടെ ഇന്നുണ്ട്, ഇന്ന താത്ത ശിരത്താത്തൊക്കെ ഉണ്ട്. ഓരോ മാറ്റിയിട്ട് വരാ പറഞ്ഞതാണ്. അവരിപ്പ വരാ പറഞ്ഞിട്ട് അവ തന്നെ ഇരിക്കണേ, രണ്ടും ടീവി ഇരിക്കണേ. ഓര് വരാൻ കത്തിക്കണിട്ട് ഞാൻ ചോല എന്ന് പറഞ്ഞ നിങ്ങൾക്കറിയില്ലേ, നല്ല വെള്ളം പൊലിച്ചു പോകുന്നൊരു സ്ഥലമാണ്. അതിൽ കുറെ പാമ്പൊക്കെ ഉണ്ടാവും. നമ്മൾ അങ്ങോട്ട് പോകണം. ഞങ്ങൾ ഭയങ്കര ഡേഞ്ചറായിട്ട് പോകുന്ന ആൾക്കാരാ. അതൊട്ട് അങ്ങേക്ക് പോവും. ഉമ്മ അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ട്. ഇമ്മ എന്തൊക്കെയോ ചെടിയൊക്കെ നടുന്നുണ്ട്. അപ്പൊ ഞാനൊരു ചെടിയൊക്കെ എടുത്ത് കൊടുത്തു. ഇപ്പം അമ്മ പറഞ്ഞേ അത് ഇലയാണേ, ചെടിയല്ല. അമ്മ ഞാൻ അവിടെ തന്നെ ഇട്ട്. പിന്നെ ശിൽത്താത്തൊക്കെ വന്നേ, ഞങ്ങൾ ചോലേക്ക് പോകണേ. അവിടെ ഇറക്കാനുണ്ട്. ഞാൻ നടന്നിട്ടൊന്നും പോയില്ലട്ടോ. ഇന്നെൻ്റെ ഉമ്മച്ചി എടുത്ത്. പിന്നെ ഇന്ന താത്ത ഇങ്ങനെ മാറി എടുക്കും. ഈ കൊളത്തിലേ ഇന്നെ ശിൽത്താത്ത മുങ്ങി പൊന്തിന്നിട്ടോ. താത്തക്ക് നീന്താനൊന്നും അറിയില്ല. ഈ നാട്ടിൽ എവിടൊക്കെ കുളം ഉണ്ടോ അവിടൊക്കെ എൻ്റെ താത്ത മുങ്ങി പൊന്തിട്ട. അങ്ങനത്തെ കുറേ കഴിവുകളുണ്ട് എൻ്റെ ശിലത്താത്തക്ക്. അപ്പോഴാണ് ഞാൻ ആ വീട്ടിലൊരു ബേബിനെ കണ്ടത്. എന്നെ ബേബിക്ക് പോലെ ടാറ്റ കൊടുത്ത്. ആ കുട്ടിക്ക് ഒരു റിയാക്ഷനും ഇല്ല. ഓക്കെന്നെ മനസ്സിലായില്ല തോന്നുന്നുണ്ട്. ആ ഇന്നെ പിന്നെ ഓൾക്ക് കണ്ടെത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. എന്നാലും ഞാൻ ടാറ്റോട്ടല് തിരിച്ച് ടാറ്റാട്ടിക്കൂടെ. ആ ബേബിക്ക് എന്ത് സുഖാലേ. ഓള് കൊല്ലായ്മ ഇരുന്നിട്ട് ഇങ്ങനെ ചോലന്നെ വെള്ളരിക്കണൊക്കെ കണ്ടിരിക്കാം. നല്ല കാറ്റുണ്ടാവും. ഞങ്ങളുടെ ചോലയിൽ പോയപ്പോൾ വെള്ളമൊന്നുമില്ല, ആകെ കുറച്ച് വെള്ളമുണ്ട്. ഞാനോടി മുങ്ങി പൊന്തൂല, അത്രയും വെള്ളമില്ല. അപ്പം എനിക്ക് ശിൽത്താത്തൊരു സാധനം കാണിച്ചു തിന്ന്. ഞാൻ ആകെ ഒന്നും വിട്ടിട്ടോ. എന്താണെന്നറിയോ? പാമ്പ്. ഞാൻ കൊണ്ടുണ്ട് ഇവിടെ. കണ്ട അവിടെ എല്ലോടത്തന്നെ കൊണ്ട്. ഈ വെള്ളത്തില് കുറേ പാമ്പാടാണേ. ഞങ്ങൾ പേടിച്ചിട്ട് വേഗം അവിടുന്ന് ഓടിപ്പോയി. ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി. അതിനിടയിൽ ഇന്ന താത്ത തന്നെ കുറേ നുള്ളിയൊക്കെ കണ്ടേ. താത്ത വന്നപ്പോൾ തുടങ്ങിയത് ഇന്നെ തിന്നും പറഞ്ഞിട്ടെ. ഇന്നെ തിന്നാൻ വേണ്ടിയിട്ട് ഓരോ കഷ്ണം ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാനോ തോന്നി ഇങ്ങനെ പിച്ചുന്നത്. ഇന്ന താത്ത ഒന്ന് ഉറങ്ങട്ടെ, ഓക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോത്തിന് ഇമ്മച്ചി ഇന്നെ നിലത്ത് ഇറക്കിക്കണേ. ആരും ഇന്നെ എടുക്കണില്ല. അവ ഇന്ന താത്ത എന്നെ കയ്യൊക്കെ പിടിച്ച് കണ്ട് കുറേ നടന്നു പോന്നിട്ടോ. പിന്നെ താത്തക്ക് ഞാൻ എൻ്റെ നാട്ടിൽ കുറേ സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തിട്ടോ. നല്ല മഴക്കാർക്ക് വരുന്നുണ്ട്. ഈ മഴത്ത് കുളത്ത് കുളിക്കാൻ നല്ല രസമുണ്ടാവും. അതിലൊന്ന് പോയി കുളിക്കണം. ഞാനാകെ കുളത്ത് കറിഞ്ഞ് കുളിച്ചത് ഒരു സ്വിമ്മിംഗ് പൂളിൽ മാത്രമാണ്. ഇന്നിപ്പോൾ രണ്ടാമത് കുളിക്കാൻ പോവാണ്. അങ്ങോട്ട് നോക്ക്, അവിടെ വിട്ട കുളമുള്ളത്. അവിടെ നല്ല തെളിഞ്ഞ വെള്ളാണ്. ഓ ഹേ തിന്തിന്നാനാ 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 തിന്തിന്നാനോ ഓ ഹേ തിന്തിന്നാനോ. ഇവര് ഞാൻ വന്നപ്പോൾ ഇവരത്തെ വെള്ളമൊക്കെ എടുത്ത് ഒഴിവാക്കണേ. ഇപ്പം ഞാനിങ്ങനെ കുളിക്കുക. ഇതൊരു ചെരിഞ്ഞ സ്ഥലമാണ്. ആ വെള്ളമൊക്കെ അങ്ങോട്ട് ഒലിച്ചു പോലെ. ഒരു വെറുതെ പണിയെടുത്തുക്കണേ പാവം. ഓ വെള്ളല്ല എന്നിട്ട് കരക്കിരുന്ന് നീന്താ തോന്നുന്നുണ്ട് പാവം. എനിക്ക് സങ്കടമായി. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ കുളിക്കും? എന്നാലും കാക്കാർ എന്നോട് വേണ്ടേന്ന് ചതി. ഞങ്ങൾ വേഗം തിരിച്ചു പോന്ന്. ഞാനും ഇന്നത്തെ നല്ല സന്തോഷത്തിൽ വന്നേന്ന് കുറച്ച് കുളിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ വീട്ടിൽ പോയി എന്നെ കുളിക്കണം. എന്നെ അവിടെ ഇരുന്ന് കരയുണ്ട് തുന്നേ. പിന്നെ ബാ. ഞാൻ പിന്നെ നടന്നിട്ടോ. ഉമ്മച്ചിന്നെ കുറച്ചു നേരം എടുത്തിട്ട് പിന്നെയും താഴ്ത്തിറക്കും. ഉമ്മച്ചി ഇപ്പോൾ പറയണിട്ടോ, അന്നെ ഇപ്പം എടുത്ത് നടക്കാൻ വയ്യ, ഒറ്റക്ക് നടന്നോന്നറിയും. പാവം ഉമ്മച്ചിൻ്റെ അത്രയല്ലേ ഉള്ളൂ. ഞാനിങ്ങനെ നിലത്തൊക്കെ ഇരുന്നാലും ഇന്ന താത്തന്നെ എടുത്തോളും. പിന്നെ താത്തൻ്റെ തലയിൽ കയറിയിരുന്നു ഞാൻ. എനിക്ക് പേടിയിട്ടോ. ഇന്ന താത്തൻ്റെ തലയിരുന്നപ്പോൾ ജിറാഫിൻ്റെ പുറത്തിരുന്ന പോലെ ഇരുന്ന്. അപ്പോൾ ഞാൻ വേഗം താഴത്തേക്ക് തന്നെ അറിയേ. ഞാൻ തന്നെ നടക്കണതാണ് സേഫ്. പല തെങ്ങുമ്പോൾ തട്ടിയാലോ ഇന്ന താത്തൻ്റെ തലയിൽ കയറിയാലേ.
ഇവരെന്ത് ഇവിടെ തന്നെ നിക്കണേ? നീ ഇന്ന താത്താന്റെ പുറത്ത് കയറിയിട്ട് താത്താന്റെ തല ഒളിക്കോ? പിന്നെ താത്താക്ക് കൊടുക്കാത്ത തൊലിക്കറ്റുള്ളൂ. അങ്ങനെയൊന്നും ഒളിക്കൂല. എന്താ അങ്ങോട്ട് നോക്കിക്കണ്? ചെക്കന്മാരെ നോക്കിക്കല്ലേ? പോടെ ചെക്കന്മാരാട്ടിനെ. രണ്ടെണ്ണം വായി നോക്കാൻ നിൽക്കണേ. ഞാൻ വീട്ടിൽ നടന്നോളി. അത് ഇന്നെ സ്റ്റൈല് കണ്ടിട്ടാണ് ചെക്കന്മാര് ഇന്നെ നോക്കിന്. താത്തന്റെ പുതിയ സ്റ്റൈലൊക്കെ തലമലൊരു ഉണ്ടൊക്കെ വന്നിട്ട് ആ ചെക്കന്മാര് വരെ കണ്ടിട്ട് പേടിച്ചോടി. വീട്ടിലെത്തിയിട്ട് എല്ലാരോടും പറഞ്ഞെടുക്കണം. അതോടെ ഒരു പിന്നെയും വന്നിനെ. ആരോടെ എന്റെ ഇന്നത്താത്താനെ കളിയാക്കണേ? ഇന്നലെ ഞാൻ മാത്രം കളിയാക്കിയാൽ മതി. ഇന്നെ പേടിക്കണ്ടിട്ടാ. ഞാൻ ഉണ്ട് ഇവിടെ. പാടി ചെക്കന്മാരെ വാടിയോടെ. ഞാൻ കല്ലെടുക്കട്ടെ. അവനെ പേടിച്ചു പോയിക്കോ. എന്നെ പേടിക്കണ്ടാട്ടാ. ഞാനെ ചീത്ത പറഞ്ഞ ആട്ടണ ഓടിപ്പോയിട്ട് നല്ലൊരു കടി കൊടുക്കട്ടെ. ഇവരിന്നെ പിടിക്കാൻ വരുന്നില്ലേ? ഞാനൊരു കടിക്കാൻ പോവാ. അന്നേക്ക് ഇന്നെ വിട്ടയക്ക. ഇന്നെ പിടിച്ചേക്കണ്ടേ? ഞാൻ പോവാണ് വീട്ടിക്ക്. ബൈ.